ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. അപ്പം അത്ര വലിയ സ്പെഷ്യലൊന്നുമല്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. കപ്പ വേവിച്ചതും അതുപോലെ തന്നെ നല്ല ചൂരക്കറിയും വെക്കാവേ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നി ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ നാളായി കപ്പയും ഇത് മീൻകറിയും കഴിച്ചിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല മുളകിട്ട് വെച്ച നല്ല ചൂരക്കറിയും അതുപോലെ തന്നെ നല്ല ഉടഞ്ഞ കപ്പയും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കറി വെച്ചാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ മീൻകറി വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. കുക്കിംഗ് കഴിക്കാനും ഇഷ്ടമാണ്, അത് ഫുഡ് ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ പോലെയാണോ? അപ്പോൾ അതേ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ 1 സ്പൂൺ കടുകാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ അകത്തോട്ട് ഉലുവയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നമ്മൾ അധികം ഇട്ട് കൊടുക്കാറില്ല, ഒരു 10 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുവേ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പണ്ടെങ്ങാണ്ടോ ഒരു തവണ ഞാൻ മീൻകറി വെച്ച സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് കടുകിടുന്ന പോലെ തന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര കയ്പ്പായി പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പോൾ എന്നെപ്പോലെ പണ്ടൊക്കെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉലുവ എപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കാവുള്ളൂ, നല്ല കയ്പ്പ് വരും കേട്ടോ. അതുകൊണ്ടാണ്. ഇനി നമുക്കതൊന്ന് സെറ്റാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇടികല്ലിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവേ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. അപ്പം ഇഞ്ചി ഒരുപാട് ചതഞ്ഞങ്ങ് പോവണ്ട കേട്ടോ. എന്നാലും അത്യാവശ്യം നന്നായിട്ട് ചതഞ്ഞെടുക്കുവാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കല്ലിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാവും. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇനി ഓർക്കുമായിരിക്കും എനിക്ക് ഈ മീൻകറിയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനം കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോ ആയിട്ട് ഇടാറ്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും, അത്രയും മൂക്കണ്ട എന്നാലും, അതായത് നമ്മളിപ്പോൾ തന്നെ മീൻകറി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ മീൻകറി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങാനുള്ള സമയം കിട്ടും. ഇതൊന്നിപ്പോൾ നമ്മളിപ്പോൾ തന്നെ കൂട്ടാനുള്ളതുകൊണ്ട് നമ്മൾ ചതച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു 3 ചുള പുളിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാവട്ടെ. പിന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാനൊരു 2.5 സ്പൂൺ മുളക് പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവ് വേണം ഈ മീൻ കറിക്ക്. അപ്പോൾ ഒരു കേരക്കറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് എരിവ് വേണം കേട്ടോ. അപ്പോൾ അതിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാലയും ഒരു സ്പൂണാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി. പൊടിയല്ലാതെ ഇങ്ങനെ മസാല ഈ ചട്ടിയിലേക്ക് ഇടാനായിട്ട് പേടിയാട്ടോ. പെട്ടെന്ന് തന്നെ പുകമണം വരുന്ന പോലെ തോന്നും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ മസാലയൊന്നും ഒരുപാട് കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക, കുഴമ്പ് പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ അതിങ്ങനെ പാത്രം കിടന്ന് അനങ്ങുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിൽ അത് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചട്ടിയിലെ കണ്ടോ മസാല ഇത്രയും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ മുളകിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളെയും കാണിക്കണമല്ലോ, അതുകൊണ്ടാട്ടോ.
അപ്പോൾ അതേ ഇത് ഞാൻ മൊത്തത്തോടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കിയെടുക്കാവേ. അപ്പോൾ കടുകിൻ്റെ ആട്ടോ ആ കറുപ്പ്, കരിഞ്ഞു പോയതല്ല കേട്ടോ. കടുക് ഞാൻ ഇച്ചിരി ഏറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാട്ടോ അതിൽ വന്നേക്കുന്നത്. അപ്പോൾ അതേ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിലാട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം. പച്ചമണം മാറി നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിക്സ് ആ ചട്ടിയിൽ നിന്ന് ഒരു വിട്ട് വരുന്ന പരിവാകും. എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു വിട്ട് വരുന്ന പരിവാകുമ്പോഴേക്കുമാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ നമ്മുടെ ഈ പൊടി മൂത്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്ക് ചില മീൻ കറിക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലയുടെയാണ്. മസാല ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുപാട് മൂത്ത് പോയാലും ഭയങ്കര വൃത്തികെട്ട ചൊവ വരും, അല്ലെങ്കിൽ മൂത്തില്ലെങ്കിലും അതിനൊരു പച്ച ചൊവയും വരും കേട്ടോ. അപ്പം അതൊക്കെ നല്ല രീതിയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു മീൻ കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദേ ഇത് ചെറുതായിട്ട് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ മസാലയൊക്കെ നമ്മുടെ ചട്ടിയിൽ നിന്ന് കണ്ടോ വിട്ട് വരുന്ന ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം ഉണ്ടല്ലോ, പുളിയും നമ്മളിട്ട് വെച്ചിരിക്കുന്നത്, അപ്പം അത് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ 3 പുളി എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പുളിയുള്ള ടൈപ്പ് കുടംപുളി ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ടൈപ്പ് പുളിയായിരുന്നേ, ഉണ്ടാക്കിയ ടൈപ്പ് പുളിയായിരുന്നു. അതുകൊണ്ട് നല്ല പുളിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പുളിയുടെ അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പുളി ആയതുകൊണ്ടാണ് ഞാൻ 3 ചുള ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു മസാല എടുത്ത് വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇരിക്കുമല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളവും കൂടെ നമ്മുടെ ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു മീൻ കറിക്ക് ഗ്രേവി എന്തോരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മീൻ വേവാനുള്ള വെള്ളവും വേണം, അതുകൂടാതെ നമുക്ക് നന്നായിട്ടത് വറ്റി വരുകയും ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ഇത് ഈ ചൂരമീൻ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വേവുണ്ടല്ലോ, ഒത്തിരി വേവല്ല, ഇത്തിരി വേവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഏറെ വെള്ളം വെക്കണം കേട്ടോ. നിങ്ങൾക്ക് അനുസരിച്ച് വെള്ളം വെക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിള വരും കേട്ടോ. അതേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ കേരമീൻ. അപ്പോൾ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ തിള വന്നിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ മീൻ എടുത്ത് നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരുപാട് ചിലവരൊക്കെ ഇങ്ങനെ കിടന്ന് കുടഞ്ഞിടുന്ന കാണാം. അങ്ങനെ കുടഞ്ഞിടാതെ നമ്മൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിങ്ങനെ പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ ദേ നമുക്ക് മീനുകളെല്ലാം പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം മീനെല്ലാം കൂടെ ഞാൻ നല്ല വൃത്തിയായിട്ട് പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ ഇടാതെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ചുറ്റിച്ചെടുക്കാം. അപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ. ഇനി ദേ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മീൻകറിയുടെ പരുവം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു സ്പൂൺ ഇടാതെ തന്നെ നമുക്കൊരു തുണി എടുത്തിട്ട് നമുക്കൊതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാവേ. നമ്മൾ സൂക്ഷിച്ച് വേണം ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലോട്ട് നന്നായിട്ട് വീഴും. കുറച്ച് മുന്നേ എൻ്റെ കയ്യിലൊന്ന് വീണായിരുന്നു. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കെയർ ചെയ്ത് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീൻ കറി തന്നെ ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. ദേ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പേനെ റെഡിയാക്കാം. ദേ നമ്മൾ കപ്പയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അതേണ്ട ഇങ്ങനെയാണ് നമ്മൾ കപ്പ വേവിച്ചതിന് നമ്മൾ കൊത്തുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ പണ്ട് എനിക്കിങ്ങനെ ഒന്നും കൊത്താൻ അറിയത്തില്ലായിരുന്നു. അതിൻ്റെ നാരൊക്കെ വിട്ടുപോകായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഇപ്പം ഞാൻ ഭയങ്കര പ്രോ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ കപ്പയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുക. ഞാൻ ഓർത്ത് ഈ കപ്പ കണ്ടിട്ട് വലുതായിട്ട് വേവുന്ന കപ്പയല്ലെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. തിന്ന് നോക്കിയപ്പോഴേക്കാണേലും നല്ലതായിരുന്നു. അപ്പോൾ ഈ കപ്പ നമ്മൾ തന്നെ ഇതുപോലെ എല്ലാം നമുക്ക് കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പം ഒരുപാട് വലുതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കപ്പ തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്നതിന് വെക്കുന്നത്. അപ്പോൾ അതേ മീൻകറി അവിടെ ആവുന്നുണ്ട്. അതിന് വേണ്ടി കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വേവാൻ വേണ്ടി നമുക്ക് വെക്കാവേ. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പയിൽ നമ്മുടെ മീൻകറി സെറ്റായി വരുന്നുണ്ട്. അപ്പം മീൻകറി അങ്ങനെ ആവട്ടെ. അപ്പോൾ മീൻകറിയുടെ അടപ്പ് ഞാൻ തുറന്ന് വെച്ചു കേട്ടോ, തിള വരാൻ തുടങ്ങിയപ്പോഴേക്കും. അപ്പോൾ ഇച്ചിരി ഉപ്പിന് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ വേവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതിന് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കറിവേപ്പില, കുറച്ച് ജീരകം, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇളം മഞ്ഞ കളർ മാത്രം മതി കേട്ടോ നമ്മുടെ കപ്പ വേവിച്ചതിന്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അതേ മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ മിക്സിയിലിട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് നന്നായിട്ട് കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ട് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നടുക്കൊരു ചെറിയൊരു ഹോള് പോലെ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഇപ്പം നമ്മൾ ഈ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ മിക്സി ഒന്ന് കഴുകി വന്നിട്ട് ഇച്ചിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഞാൻ നേരത്തെ കപ്പ ഊറ്റിയ സമയത്ത് ഞാൻ ആ കപ്പയിലെ വെള്ളം ഫുള്ള് കളഞ്ഞായിരുന്നു കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടാണ് കപ്പ ഇരുന്നത്. എനിക്ക് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ല, ഇങ്ങനെ നല്ല പുട്ട് പോലെ ഇരിക്കുന്ന കപ്പ കഴിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ അതിൻ്റെ കുഴിയിലേക്ക് നമ്മൾ ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കപ്പയുടെ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ മൂടി കഴിയുമ്പോഴത്തേനും ആ ഒരു ചൂട് കൊണ്ട് ഈ കപ്പയുടെ ആ ഒരു ചൂട് കൊണ്ടും നമ്മൾ അടിയിൽ കുറച്ച് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിലിട്ട് തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പയുടെ ചൂട് കൊണ്ട് നമ്മുടെ ഈ ഒരു മസാല അങ്ങോട്ട് വെന്തോളും, അതായത് ഈ അരപ്പ് നന്നായിട്ട് വേകും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു കൊടുക്കാവേ. അടച്ച് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് ഒരിത്തിരി വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ട് പേടിച്ചിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല പുകയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല ആവിയൊക്കെ വന്ന് പുകയല്ല ആവി. ഇനി നമുക്ക് ഇളക്കാറായിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർക്കണം, നമ്മൾ ഓൾറെഡി കപ്പയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അരപ്പിനുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നല്ല ഉപ്പായി പോകും. വേറെ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇതിന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടയത്തൊക്കെ കപ്പ വേവിച്ചതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കപ്പയായിരുന്നു, നമ്മൾ കണ്ട പോലെ ഒന്നുമല്ല, നല്ല സൂപ്പറായിട്ട് വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. എനിക്കിത് ശരിക്കും എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരുക. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഷി പോലെ നല്ല വെന്ത നമ്മുടെ നല്ല ഉടച്ചെടുത്ത കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മീൻകറിയും കൂടെ ഉണ്ടെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ സെറ്റപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കപ്പ ഇവിടെ ആവുന്ന ആ ടൈമിൽ നമ്മുടെ മീൻകറി അവിടെ തന്നെ വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മീൻകറിയും സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻകറി നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയും എല്ലാം കൂടെ സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല മീൻ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി എന്താ, നമ്മുടെ കപ്പയായി മീൻകറിയായി, ഇനി നമുക്ക് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇലയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കപ്പയിട്ട് കഴിക്കാവേ. അപ്പോൾ ഒരു 2 സ്പൂൺ കപ്പ, 2 തവി കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ ഒരു 11 മണിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ നല്ല വറ്റിച്ച നമ്മുടെ കേരക്കറിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കേരക്കറിയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു പിടിക്കണം. അപ്പോൾ നല്ല അടിപൊളിയാട്ടോ, നല്ല വെന്ത കപ്പയും അതിൻ്റെ കൂടെ നല്ല ഒരു മീൻകറിയും കൂടെ കൂട്ടി ഒന്ന് കഴിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് വേറെ എന്ത് നോൺ വെജ് ഫുഡ് നമ്മുടെ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റം കഴിച്ചാലൊന്നും കിട്ടത്തില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ സൺഡേ എൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.